ആ വാക്കുകൾ അത്രമേൽ സരളമായിരുന്നു. ആ മെലിഞ്ഞുണങ്ങിയ രൂപം പോലെ, ഭാഷ പോലെ ലളിതമായിരുന്നു. ആ ഗുരുവാണ് സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും പറയാൻ മാത്രമുള്ളതല്ലെന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉള്ളതാണെന്നും പഠിപ്പിച്ചത്. ആ ഗുരുവാണ് അഹിംസ പാലിക്കുന്നതും ദുർബലതയുടെ ലക്ഷണമല്ലെന്നും ഏതു മാരകശേഷിയുള്ള ആയുധത്തെക്കാളും പ്രയോജനക്ഷമമാണെന്നും പഠിപ്പിച്ചത്. ആ ഗുരുവാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന ഭജൻ്റെ കൂടെ ഈശ്വർ അള്ളാ തേരേ നാം സബ്കോ സമ്മതി ഏ ഭഗവാൻ എന്ന് കൂട്ടിച്ചേർത്ത് പാടിയത്. ഈശ്വരൻ എന്നതും അള്ളാ എന്നതും നിൻ്റെ പേര് തന്നെ അല്ലയോ ഭഗവാൻ, തീർച്ചയായും സദ്ബുദ്ധി പ്രദാനം ചെയ്യണമേ എന്ന് പാടാൻ പഠിപ്പിച്ചത്. ആ ഗുരുവാണ് വൃത്തിയെക്കുറിച്ച് പഠിപ്പിച്ചത്. എല്ലാ സംസ്കാരങ്ങളിലും വൃത്തി വലിയൊരു മൂല്യമാണെന്ന് ഓർമ്മിപ്പിച്ചത്. ഗാന്ധി ജയന്തി ദിനം എന്തുകൊണ്ട് ശുചിത്വ ദിനമായി ആചരിക്കുന്നു എന്നത് കൂടി ഓർത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വൃത്തി വിശ്വാസത്തിൻ്റെ നേർപകുതിയാണെന്നും സ്നാനം പാപനാശനമാണെന്നുമൊക്കെ പല വിശ്വാസങ്ങളും പറയുന്നില്ലേ. അതുതന്നെയാണ് ഗാന്ധി എന്ന ഗുരു പഠിപ്പിച്ചതും. ഇന്ന് അജ്ഞാനങ്ങളെ അകറ്റി വെളിച്ചം പകർന്ന ആ ഗുരുവിനെ ഓർക്കാം. ഒപ്പം ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഇത്തരം അജ്ഞാനങ്ങളെ കൊടിഞ്ഞെറിയാൻ പ്രാപ്തി നേടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. കടത്തനാട്ട് മാധവിയമ്മ പ്രാർത്ഥിപ്പിൻ എന്ന കവിതയിൽ എഴുതിയതുപോലെ, ഭാരതത്തിൻ കുഞ്ഞായി പിറന്നതെങ്കിലും ഏകലോകത്തിൻ സമാധാന ദൂതനായി ആചാര്യനായി മാറിയ മഹാത്മാവേ പ്രണാമം. എല്ലാവർക്കും ശുഭദിനം.